إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, റബ്ബു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വസിയത്ത് നൽകുകയാണ്. ഒരു മുസ്ലിമിന്റെ മേലെ നിർബന്ധമായ കാര്യമാണ് തന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത്. അത് എത്രത്തോളം എന്ന് വെച്ചാൽ സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ അളവ് നമ്മെ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. ഓരോ മുഅ്മിനും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ഇഷ്ടപ്പെടണം. നമുക്ക് കാണാം, ഇമാം ബുഖാരി, മുസ്ലിം റഹിമഹുമുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ നിന്ന് ആരും വിശ്വാസികളാവുകയില്ല, അതായത് പൂർണ്ണ വിശ്വാസികളാവുകയില്ല. ഏതുവരെ? അവൻക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ആരെല്ലാം? മിൻ വാലിദിഹി, തൻ്റെ പിതാവിനേക്കാളും ഇഷ്ടപ്പെട്ടവൻ, തൻ്റെ സന്താനങ്ങളെക്കാളും ഇഷ്ടപ്പെട്ടവൻ, മറ്റുള്ള എല്ലാ ജനങ്ങളെക്കാളും ഇഷ്ടപ്പെട്ടവൻ ഞാനാകണം. അതായത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്നത് വരെ നിങ്ങൾ ഇന്ന് ആരും വിശ്വാസികളാകൂല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ഇതുപോലുള്ള ഹദീസുകൾ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. നമുക്ക് കാണാം, ഒരിക്കൽ ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയാണ്, മത്തസ്സാഅ, എപ്പോഴാണ് അന്ത്യനാൾ? എപ്പോഴാണ് അന്ത്യനാൾ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാണ്. എന്താണത്? വമാ അദത്ത ലഹ, നീ എന്താണ് അതിനു വേണ്ടി തയ്യാറാക്കി വെച്ചത്? തൻ്റെ പരലോക ദിവസത്തിനു വേണ്ടി, തൻ്റെ പരലോക ജീവിതത്തിന് വേണ്ടി എന്താണ് നീ തയ്യാറാക്കി വെച്ചതെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക. അപ്പോൾ മനുഷ്യൻ മറുപടി പറഞ്ഞു, ഖാല മാ അദത്തു ലഹ കബീറ സ്വലാത്തിൻ വലാ സിയാമിൻ വലാ സദഖ. അള്ളാഹുവിൻ്റെ റസൂലെ, ഒരുപാട് നിസ്കാരമോ സുന്നത്തായതിട്ടോ, ഒരുപാട് നോമ്പോ അല്ലെങ്കിൽ ഒരുപാട് സ്വദഖകളോ ഞാൻ കരുതി വെച്ചിട്ടില്ല. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹ്, പക്ഷേ ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നു. ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. വലാകിന്നി, അദ്ദേഹം പറഞ്ഞത് ഉഹിബ്ബുല്ലാഹ വറസൂല ഫഖാല, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മഅ മൻ അഹ്ബബ്ത,
നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് നീ അവരുടെ കൂടെയാണത്. മനോഹരമായി കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയണം. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഒരു മുഅ്മിന്റെ മേൽ നിർബന്ധമാണ് അള്ളാഹുവിൻ്റെ തന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക എന്നുള്ളത്. നമുക്ക് കാണാം സ്വഹാബത്തിന്റെ സ്നേഹം എപ്രകാരമായിരുന്നു എന്നുള്ളതിന് ഉദാഹരണം, ഉത്തമ ഉദാഹരണം അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം വിശ്വാസിയാകുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ സംസാരമുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? മാ റഅയ്തു ഫിന്നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബ മുഹമ്മദിൻ മുഹമ്മദ. ഞാനൊരു സമൂഹത്തിനെയും കണ്ടിട്ടില്ല, ഒരു സമൂഹത്തിനെയും കണ്ടിട്ടില്ല, ആ സമൂഹത്തിലെ ആളുകൾ ആ ഒരു നേതാവിനെ ഇഷ്ടപ്പെടുന്നതായി, ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നതായി കൊണ്ട് ആരെയല്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നതായി കാണാൻ സാധിക്കും. പിന്നീട് അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, മാ കാന അഹദുൻ അഹബ്ബു ഇലയ്യ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ എന്നിലേക്ക് ഇഷ്ടമുള്ള മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നാ. ഒന്നുമില്ല, ദുനിയാവിലില്ല ഒന്നും അതിലേറെ ഇഷ്ടമുള്ള മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതാണ് സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും. ഇതുപോലുള്ള അസറുകളും ഹദീസുകളും നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, കൈഫ കാന ഹുബ്ബുക്കും ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്രകാരമായിരുന്നു നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നത്? എപ്രകാരമായിരുന്നു നിങ്ങളുടെ ഇഷ്ടം? അവിടുന്ന് മറുപടി പറഞ്ഞു, കാന വല്ലാഹി, അല്ലാഹുവാണ് സത്യം, കാന അഹബ്ബു ഇലൈനാ മിൻ അംവാലിനാ വ ഔലാദിനാ വ ആബാഇനാ വ ഉമ്മഹാതിനാ വ മിനൽ മാഇൽ ബാരിദി അല ദ്ദമ. അവിടുന്ന് മറുപടി പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായിരുന്നു. എത്രത്തോളം? നമ്മുടെ സമ്പത്തുകളിൽ നിന്നും, സമ്പത്തിനേക്കാൾ, തൻ്റെ സന്താനങ്ങളെക്കാൾ, തൻ്റെ മാതാപിതാക്കളെക്കാൾ, എല്ലാവരെക്കാളും അതിലുമുപരി ദാഹിച്ച് വരഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ ലഭിക്കുന്ന തണുപ്പുള്ള വെള്ളം, അദാഹജലം, അതിനേക്കാൾ ഇഷ്ടം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേറ്റം ഇഷ്ടപ്പെടണം. നമ്മുടെ കൽബിൽ ആ സ്ഥാനം ഉണ്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ വാക്കുകളിലായി മാറാറാണ് പതിവ്. ഒരിക്കലുമല്ല, കൽബിൽ ഇഖ്ലാസോടുകൂടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഇഷ്ടപ്പെടണം, അങ്ങേയറ്റം ഇഷ്ടപ്പെടണം. പക്ഷേ എങ്ങനെയാണ് സഹോദരങ്ങളെ ഇഷ്ടം പ്രകടിപ്പിക്കേണ്ടത്? ഒരാളെ ഇഷ്ടപ്പെടുക എന്നുള്ളത് മനസ്സിലുണ്ടാകുന്ന ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിനോടുള്ള ഹുബ്ബ് ഇബാദത്താണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്. അതും ഇബാദത്താണ്, അതും ആരാധനയാണ്. അതെങ്ങനെ പുറത്ത് പ്രകടിപ്പിക്കണം? നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും, സങ്കടകരമെന്ന് പറയട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം വെറുക്കപ്പെട്ട, വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുകയും അതിനു വേണ്ടി പ്രയത്നിക്കുകയും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. നമുക്ക് കാണാം, ഈ അടുത്ത ദിവസങ്ങളിൽ വരുന്ന റബീഉൽ അവ്വൽ 12 ആഘോഷിക്കുന്ന മൗലിദ് ദിനം, അല്ലെങ്കിൽ നബിദിനം എന്നറിയപ്പെടുന്ന ഈ ആഘോഷം, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ? ഇത് ചെയ്യുന്ന ആളുകളുടെ വാദം എന്താണ്? അവരെന്താണ് പറയുന്നത്? അവർ പറയുന്നത്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ സ്നേഹിക്കണം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ച സ്വഹാബത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് സ്നേഹിച്ചത്? നമുക്ക് ഹദീസുകളിൽ കാണാം. അവിടുന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും പിൻപറ്റുക എന്നുള്ളതായിരുന്നു അവരുടെ സ്നേഹം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ആ കാര്യത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം അവർക്ക് ദുനിയാവിൽ മറ്റൊന്നിനും ഉണ്ടാകൂല എന്നുള്ളതാണ്. തന്റെ മക്കളുടെ വിഷയത്തിലാകട്ടെ, ഭാര്യമാരുടെ വിഷയത്തിലാകട്ടെ, തന്റെ കച്ചവടത്തിന്റെ വിഷയത്തിലാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അതാണ് യഥാർത്ഥ സ്നേഹം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു മൗലിദ് ദിനം അല്ലെങ്കിൽ നബി ദിനം, അത് സ്വഹാബത്ത് ആരും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല.
ഖുലഫാ റാഷിദീങ്ങൾ, 4 ഖുലഫാ റാഷിദീങ്ങൾ ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഹദീസുകളിൽ വരണമായിരുന്നു, ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ അവസാനമായി കൊണ്ട് സ്വഹാബത്തിൽ മരണപ്പെട്ട അബു തുഫൈൽ ആമിർ റളിയല്ലാഹു തആല അൻഹു ഹിജ്റ 110 വഫാത്താകുന്നത്. അദ്ദേഹം അതുവരെയുള്ള ഒരു സഹാബികളിൽ നിന്നും അത് വന്നിട്ടില്ല, സഹാബാക്കൾ ആരും തന്നെ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് അഹ്ലുസുന്നയിൽ മുസ്ലിമീങ്ങളുടെ പണ്ഡിതന്മാരിൽ ഇത്തിഫാഖുള്ള വിഷയമാണ്. പിന്നീട് താബിഈങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ലാഹു തആല അവർ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഹസനുൽ ബസ്രി ചെയ്തിട്ടുണ്ടോ? ഇമാം ഖത്താദ, ഇക്രിമ, മഹാന്മാരായ ഇമാമിയങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അതും കാണാൻ സാധിക്കുകയില്ല. പിന്നീടുള്ള മദ്ഹബിന്റെ 4 പണ്ഡിതന്മാർ, ഇമാം ശാഫിഈ റഹിമഹുല്ലാഹു തആല, പിന്നീട് ഇമാം അബു ഹനീഫ, ഇമാം മാലിക് റഹിമഹുല്ലാ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹു തആല, ഇവരാരെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പിന്നീട് ഇത് ആരാണ് കൊണ്ടുവന്നത്? സഹോദരങ്ങളെ, ഇത് നമ്മൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട്. പലപ്പോഴും സഹോദരങ്ങളാണ് ഓർമ്മപ്പെടുത്താൻ, പലപ്പോഴും നമ്മളിൽ കാണുന്ന ഒരു കുറവാണ്. നമ്മൾ ദുനിയാവിൻ്റെ വിഷയങ്ങൾ എല്ലാം കൃത്യമായി കൊണ്ട് പഠിക്കും. ഒരു ആരോഗ്യ പ്രശ്നം വന്നാൽ 1, 2, 3 ഡോക്ടറുടെ അടുക്കൽ പോകും, അറിവില്ല ആളുകളോട് ചോദിക്കും, മനസ്സിലാക്കും. അല്ലെ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ എത്ര ആളുകളൊക്കെ പോയി കാണും സഹോദരങ്ങളെ, എത്ര ആളുകൾ നമ്മൾ പോയി കാണും. ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ അവസ്ഥ എന്താണ്, ഏത് പ്രൊഡക്റ്റാണ് ഏറ്റവും നല്ലത് എന്നിട്ട് എത്ര നമ്മൾ പരിശോധിക്കും. പക്ഷെ ദീനിന്റെ വിഷയം വരുമ്പോൾ സുബ്ഹാനല്ലാഹ്, നാട്ടുകാരെന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ പിന്നാലെ കൂടുക. പരലോകത്തിന്റെ വിഷയത്തിൽ യാതൊരു ഗൗരവമില്ലാത്തൊരവസ്ഥ, യാതൊരു ഗൗരവവുമില്ലാത്തൊരവസ്ഥ നമ്മളിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇതാരാണ് തുടങ്ങി വെച്ചത്? നമുക്ക് കാണാൻ സാധിക്കും. ഹിജ്റ 297 ഇസ്ലാമിക രാജ്യത്തിന്റെ ചില ഭാഗങ്ങൾ ഉബൈദുല്ലാ അൽ മഹ്ദി എന്ന് പറയുന്ന മനുഷ്യൻ പിടിച്ചെടുത്തു. ഇയാൾ ഷിയഈയായിരുന്നു, ഷിയഈ പ്രചാരകൻ, ഷിയഈ പണ്ഡിതൻ ഉബൈദുല്ലാഹിൽ മഹ്ദി എന്ന് പറയുന്ന മനുഷ്യൻ പിടിച്ചെടുത്തു. ഇവരുടെ രാജ്യമാണ് പിന്നീട് ഉബൈദിയാക്കൾ എന്നറിയപ്പെട്ടത്. ഏകദേശം 200 ചില്ലാനം കൊല്ലം അവർക്ക് ഇസ്ലാമിന്റെ പല ഭാഗങ്ങളിലും, ഈജിപ്ത്, ഇപ്പോഴുള്ള മൊറോക്കോ, അതുപോലെ ഷാമിലെ ചില ഭാഗങ്ങളെല്ലാം അവർക്ക് ഭരണമുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇവരുടെ വിശ്വാസവും ഇവരുടെ അവസ്ഥ എന്താണ്? ഇത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അസ്സുയൂത്തി റഹിമഹുല്ലാഹു തആല ഇവിടെ ശാഫിഈ പണ്ഡിതനാ, ആരും എതിർക്കാറില്ല. ഇവിടെ ഷാഫിഈ മദ്ഹബിനെ പിൻപറ്റുന്ന ആളുകൾ, ഷാഫിഈ പണ്ഡിതനായ സുയൂത്തി റഹിമഹുല്ലാഹു തആല, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നതായി കാണാം, താരിഖുൽ ഖുലഫ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ഇസ്ലാമിക ഭരണാധികാരികളുടെ ചരിത്രത്തെ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണത്. ഇസ്ലാമിക ഭരണാധികാരികളുടെ ചരിത്രത്തെ വിശദീകരിക്കുന്ന ഗ്രന്ഥം. അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ ഉബൈദിയാക്കളെ അല്ലെങ്കിൽ ഫാത്തിമിയാക്കൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗത്തിനെ പ്രവേശിപ്പിച്ചിട്ട് പോലുമില്ല, അതിൽ അവരെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്താ കാരണം? അദ്ദേഹം അത് പറയുന്നുണ്ടെങ്കിൽ ഇവരെ മുസ്ലിമീങ്ങളായി ഇവരെ പരിഗണിക്കുന്നില്ല, ഇവരെ മുസ്ലിമീങ്ങളായിക്കൊണ്ട് നമ്മൾ പരിഗണിക്കുന്നില്ല. ആ കാലഘട്ടത്തിലെ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ അറിയപ്പെട്ട കാര്യമായിരുന്നു ഇവരെ മുസ്ലിമീങ്ങളായിക്കൊണ്ട് പരിഗണിക്കൂല എന്നുള്ളത്. എന്താ കാരണം എന്നറിയോ? അള്ളാഹുലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകേണ്ട എല്ലാ വിശേഷണങ്ങളും അലി റളിയല്ലാഹു തആല അൻഹുവിനും അവരുടെ ഇമാമിങ്ങൾക്കും വെച്ചു കൊടുത്തു. അള്ളാഹുവിനോട് തേടുന്നതിന് പകരം അവർ അലി റളിയല്ലാഹു തആല അൻഹുവിനോടും അവരുടെ ഇമാമിങ്ങളോടും തേടി എന്നുള്ളത്, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിന് പ്രാർത്ഥിക്കുന്നതിന് പകരം ഇവരോട് പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്, റളിയല്ലാഹു തആല അൻഹും വറദു അൻ, സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞതാണ്. അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ ഈ ഒരു സ്വഹാബത്തിനെ അവർ സത്യനിഷേധികളാക്കി, അവരെ തെറി പറഞ്ഞു, മോശമായി കൊണ്ട് പറഞ്ഞു. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വളരെ മ്ലേച്ഛമായ രൂപത്തിൽ ആളുകൾക്കിടയിൽ ചിത്രീകരിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല, സുയൂത്തി തന്നെ, ഷാഫി പണ്ഡിതനായ സുയൂത്തി തന്നെ അദ്ദേഹത്തിന് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നതായി കാണാൻ സാധിക്കും, അവർ ഭൂമിയിൽ കുഫറും ഫസാദും ഉണ്ടാക്കി, വഖത്ലൻ ലിൽ ഉലമാഇ വസ്സുലഹാ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെയും അതുപോലെ തന്നെ നന്മയുള്ള ആളുകളെ വധിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ആളുകളാണ് സഹോദരങ്ങളെ ഭൂമിയിൽ ആദ്യമായി കൊണ്ട് മൗലിദാഘോഷം തുടങ്ങിയത്. ഇതോടൊപ്പം അവർ അബ്ദുല്ലാഹി ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയുന്നതായി കാണാൻ സാധിക്കും, 5ഓളം ആഘോഷങ്ങൾ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിനു പുറമെ 5ഓളം ജന്മദിനാഘോഷങ്ങൾ അവർ ആരംഭിച്ചു. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ
അതുപോലെ തന്നെ മറ്റൊരു അവരുടെ ഇമാമിൻ്റെയും അവർ ആരംഭിച്ചു. പക്ഷേ പിന്നീട് അവരുടെ ഈ രാജ്യം നശിക്കുകയാണ് ഉണ്ടായത്. ഇതാര് ഈ രാജ്യം നശിപ്പിച്ചത് നിങ്ങൾക്ക് അറിയാമോ? ആരാന്നറിയാമോ? സലാഹുദ്ദീൻ അയ്യൂബി റഹ്മഹുല്ലാഹു തആല. അദ്ദേഹമാണ് അവരോട് യുദ്ധം ചെയ്തുകൊണ്ട് ഹിജ്റ 567 അവരുടെ രാജ്യം നശിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അവരുടെ ഭരണം നഷ്ടപ്പെട്ടു. അതുവരെ ഈ 5 ആഘോഷങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഇത് ഇസ്ലാമിലേക്ക് യഥാർത്ഥ മുസ്ലിമീങ്ങളിലേക്ക് കടന്നു വരുന്നത് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇർബലിന്റെ രാജാവ് മുളഫറുദ്ദീൻ അബൂ സഈദ് എന്നറിയപ്പെടുന്ന രാജാവ് ഹിജ്റ 549 ജനിച്ച് 630 വഫാത്തായ ഈ ഒരു രാജാവാണ് പിന്നീട് ഈ ഒരു ആഘോഷം സുന്നികളിലേക്ക് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റുള്ള ആഘോഷം ഈ ഭരണകൂടങ്ങൾ നശിച്ചത് കൊണ്ട് തന്നെ അവരെ ഇല്ലാതായി എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങൾ, ഇപ്രകാരമാണ് ഇത് കടന്നു വരുന്നത്. ഷിയാക്കളിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ള ഒരു ആഘോഷമാണത്. എന്നിട്ട് പല ആളുകളും പറയുന്നതായി കാണാൻ സാധിക്കും, ഇത് ആഘോഷിച്ചിട്ടില്ലെങ്കിൽ അവൻക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബില്ല. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്ത് ഇത് ആഘോഷിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ സ്വഹാബത്തിന് ഹുബ്ബില്ല. സഹോദരങ്ങളെ, ഖുലഫാഉർ റാഷിദീങ്ങൾ ഇത് ആഘോഷിച്ചിട്ടുണ്ടോ? തെളിയിക്കാൻ സാധിക്കുമോ? ഇല്ല. ഖുർആനിലുണ്ടോ ഒരു ആയത്ത് തെളിവ്? സഹോദരൻ, ഖുർആനിലും ഹദീസിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന നമ്മളടക്കം അതിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നേനെ. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല അത് അങ്ങനെ തന്നെ. അതിൽ യാതൊരു സംശയമില്ലാത്ത വിഷയമാണ്. ദീനിലില്ലാത്തൊരു കാര്യം ദീനാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കാനോ അത് ആഘോഷിക്കാനോ ഒരു മുസ്ലിമിന് പാടില്ലാത്തതാണ്. അതുകൊണ്ടല്ല എല്ലാ വെള്ളിയാഴ്ചയും ഖതീബ് മിമ്പറിൽ നിന്ന് പറയുന്നത് കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണെന്നുള്ളത്. അതെന്തിനാണ് എല്ലാ വെള്ളിയാഴ്ചയും എല്ലാവരും പറയേണ്ട ആവശ്യം? സഹോദരങ്ങളെ, പുത്തനാശയങ്ങൾ ദീനുൽ ഇസ്ലാമിലേക്ക് വലിച്ചയച്ചാൽ അത് സ്വീകരിക്കേണ്ടതില്ല. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഈ ഇതിലില്ലാത്തത് പുതുതായി ആരെങ്കിലും കടത്തിക്കൂട്ടിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളേണ്ടതാണ്. അത് സ്വീകരിക്കേണ്ട ബാധ്യത ഒരു മുസ്ലിമിന് ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ ബിദ്അത്ത്, ഇത് ബിദ്അത്താണ്, സംശയമില്ലാത്ത വിഷയമാണ്. സ്വഹാബത്തോ താബീങ്ങളോ ഉത്തമ തലമുറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉത്തമ തലമുറ ഖൈറുൻ നാസി ഖർനി, ജനങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എൻ്റെ തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നീടുള്ള തലമുറ, സ്വഹാബാക്കളുടെ ശേഷമുള്ള താബീങ്ങളും പിന്നീട് തബഉ താബീങ്ങളും. ഇവരിൽ ആരും തന്നെ ആഘോഷിച്ചിട്ടില്ല. ഒരു അരവരി കിട്ടോ? ഇല്ല. ഇങ്ങനെയുള്ള ഒരു ആഘോഷം എങ്ങനെ സഹോദരങ്ങളെ ഒരു മുസ്ലിം ഇത് ആഘോഷിക്കും? ഒരു മുസ്ലിം എങ്ങനെ ഇത് ആഘോഷിക്കും? റസൂലോ സഹാബത്തോ ആഘോഷിച്ചിട്ടില്ലാത്ത ബിദ്അത്തായിട്ടുള്ള പ്രവർത്തനം എങ്ങനെ ആഘോഷിക്കും? സഹോദരങ്ങളെ, നമ്മളെ മക്കൾക്ക് എന്ത് ന്യായം കൊണ്ടാണ് മക്കളെ നമ്മൾ ഇതിലേക്ക് പങ്കെടുപ്പിക്കുക, നമ്മൾ അതിലേക്ക് പോവുക? ഇതിന്റെ അടിസ്ഥാനം ബിദ്അത്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കി ഈ റബീഉൽ അവ്വൽ 12 ആഘോഷിക്കുന്ന ഈ ആഘോഷം ബിദ്അത്താണ് എന്നുള്ളത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ആഘോഷിക്കുന്ന ഈ ആഘോഷം ബിദ്അത്തിൽ മാത്രം നിലനിൽക്കുമോ എന്നുള്ളത്, അതിൽ മാത്രം ചുരുങ്ങുമോ എന്നുള്ളതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും, മദഹിന്റെ പേരിൽ അവർ ചൊല്ലുന്ന പല ബൈത്തുകളിലും ഷിർക്കിന്റെയും കുഫ്രിന്റെയും ആശയ, ദീനുൽ ഇസ്ലാമിന് പുറത്തു പോകുന്ന ഷിർക്കിന്റെയും കുഫ്രിന്റെയും ആശയം കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം, നിങ്ങൾ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നസാറാക്കൾ ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയതുപോലെ വാഴ്ത്തിയതുപോലെ എന്നെ നിങ്ങൾ പുകഴ്ത്തരുത്, അതിൽ അതിര് കവിയരുതേ. ഇന്നമാ അന അബ്ദുൻ, ഞാനൊരു അടിമയാണ്. ഫഖൂലു, നിങ്ങൾ പറയുക അബ്ദുല്ലാഹി വറസൂലുഹു. സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. നമ്മളത് പറയുന്നുണ്ട്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയാറുണ്ട്. ഖുർആനിലും ഹദീസിലും വന്ന എമ്പാട് മദ്ഹ് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽക്കിനെ കുറിച്ച് നമ്മൾ ഖുതുബകളിൽ നമ്മൾ അറിയുന്ന റസൂലിന്റെ ഹദീസുകൾ പറയുമ്പോൾ അത് റസൂലിനുള്ള മദ്ഹാണ്. അത് അപ്രകാരം തന്നെയാണ്.
ഇത് ചില ആളുകൾ പ്രത്യേക ബൈത്തുകൾ ഉണ്ടാക്കി അതിൽ ശിർക്കിന്റെയും കുഫറിന്റെയും ആശയങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർത്ത് അത് ആളുകൾ കൊണ്ട് ചെല്ലിച്ച് ദീനുൽ ഇസ്ലാം പുറത്തു കളയുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നതായി കാണാൻ സാധിക്കും. സഹോദരങ്ങൾ, ചില ബൈത്തുകൾ എടുത്ത് പറയാം. നമുക്ക് കാണാം മങ്കൂസ് മൗലൂദിലൊരു വരി. സാധാരണ ഈ ദിവസങ്ങളിൽ ചെല്ലുന്ന മൗലൂദാണ് മങ്കൂസ് മൗലൂദ്. എന്താണ് അത് പറയുന്നത്? ഇർതഖബ്തു അലൽ ഖതാ ഗൈറ ഹസ്നി വഅദദ് ലാക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. എന്താണ് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു, പാപം എന്ന തോണിയിൽ ഞാൻ പ്രവേശിച്ചു. ഗൈറ ഹസ്നി വഅദദ്, ഒരു കണക്കുമില്ലാത്ത പാപങ്ങൾ ചെയ്തു. താങ്കളിലേക്കാണ് ആ വലാതി ബോധിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റാരാണ് പാപങ്ങൾ പൊറുക്കാൻ? ഇവിടെ എന്താണ് പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്കാണ് ആവലാതി ബോധിപ്പിക്കുന്നത്. ഒരു സഹാബി ഇത് പറഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ? ഒരാൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് സൂറത്ത് യൂസുഫിലെ 86-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ വാക്കിനെ എടുത്തു പറയുന്നുണ്ട്, ഇന്നമാ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്, എന്റെ വേവലാദികൾ, പ്രയാസം, ബുദ്ധിമുട്ട് ഞാൻ ബോധിപ്പിക്കുന്നത് ഇലല്ലാഹ്, ആരിലേക്കാണ്? അള്ളാഹുവിലേക്ക്. ഇവർ പറയുന്നത് ഇലാ റസൂലില്ലാ, അള്ളാഹുവിന്റെ പ്രവാചകനിലേക്ക്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇതുപോലുള്ള ഒരുപാടുണ്ട് മങ്കൂസ് മൗലൂദിൽ. ഇനി മറ്റൊരു കാര്യം പറയാം. നമുക്ക് കാണാം ഷറഫുൽ ആലാം മൗലൂദ്. അതിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തേടാണ്, അബ്ദുക്കൽ മിസ്കീൻ യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീരി ഫീക ഖദ് അഹ്സൻതു ظني യാ ബശീർ യാ നദീർ ഫഅഫ്നി ഫഅജിർനി യാ മുജീർ മിനസ് സഈരി യാ ഖിയാസി യാ മിലാദി ഫീ മുലിമ്മാത്തിൽ ഉമൂരി. ഇവിടെ ഒരാൾ പാട്ടാണ്. എന്താണ് ഈ പാട്ടിലുള്ളത്? ബഷീറും നദീറുമായ സന്തോഷ വാർത്തയും താക്കീത് നൽകുന്ന റസൂലേ, താങ്കളെ കുറിച്ച് ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. ഈ സാധുവായ അടിമയെ ധാരാളമായി കൊണ്ട് അവിടുത്തെ ഔദാര്യത്തെ ആഗ്രഹിക്കുന്നു. സഹോദരങ്ങളെ, ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ ഇന്നൽ ഫദ്ല ബിയദില്ലാഹ്. ഔദാര്യം അത് അള്ളാഹുവിന്റെ കയ്യിലാണ്, റസൂലിന്റെ കയ്യിൽ ഒന്നുമില്ല. അത് അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹുവിനോടല്ല ചോദിക്കേണ്ടത്. അത് ഇവിടെ ആരോട് ചോദിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. എന്നിട്ട് എന്ന് മാത്രല്ല, അവിടെ നിർത്തിയോ? ഇല്ല. അതുകൊണ്ട് തന്നെ എന്നെ രക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ആരോടെ ചോദിക്കണേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാർ, 1.5 ലക്ഷത്തോളം പ്രവാചകന്മാർ ആരോട് ചോദിച്ചു? റബ്ബ് സുബ്ഹാനഹു വ തആലയോട്. ഇവർ ആരോട് ചോദിക്കുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ആരാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ? സഹോദരങ്ങൾ ചിന്തിച്ചു നോക്കി, ഒന്ന് ചിന്തിച്ചു നോക്കി. ഇതാരെയും കുറ്റപ്പെടുത്താനോ പ്രയാസപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനെ അടിച്ചമർത്താനൊന്നും വേണ്ടിയല്ല. നമ്മളിത് ഹക്ക് മനസ്സിലാക്കണം. ഇത് നമ്മുടെ ബാധ്യത. നമ്മൾ എത്തിച്ചു കൊടുക്കലും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കലും നമ്മുടെ ബാധ്യത എന്ന് മാത്രമല്ല. എന്ന് നിർത്തിയോ? യാ ഖിയാസി, എൻ്റെ സഹായമേ, യാ മിലാദി, എൻ്റെ വിഷമഘട്ടത്തിൽ എന്നെ സഹായിക്കുന്നവൻ്റെ, എൻ്റെ അഭയസ്ഥാനമേ, ഫീ മുലിമ്മാത്തിൽ ഉമൂരി, പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, തൻ്റെ കാര്യങ്ങളിൽ അങ്ങേറ്റം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, യാ ഖിയാസി, എൻ്റെ സഹായമേ. സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും ബദർ യുദ്ധത്തിൽ അതികഠിനമായിട്ടുള്ള പരീക്ഷണ ഘട്ടത്തിൽ അവരാരോടാ ചോദിച്ചത്? ഇസ്തസ്തഗീസൂന റബ്ബക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതാ, ഇസ്തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം, സഹായം തേടിയ സന്ദർഭം, ഫസ്തജാബ ലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകി. നിങ്ങൾ നോക്ക്, ഇവിടെ എന്താണ് പറയുന്നത്? യാ ഖിയാസി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളാണ് ഞങ്ങളുടെ സഹായം. സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ ആരോട് ചോദിച്ചു? ഇസ്തഗീസൂന റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട്, അല്ലാഹുവിനോട്. അതാണ് യഥാർത്ഥ ഇസ്ലാം. സഹോദരൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആരോടെ പറ്റുക? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത് ദീനിൽ ഇസ്ലാം പുറത്തു കളയുന്ന ശിർക്കാണ്, കുഫ്റാണെങ്കിൽ സഹോദരൻ അബ്ദുൽ ഖാദിർ ജീലാനിയോട് ചോദിക്കുന്നതിന്റെ അവസ്ഥ എന്താണ്? അബ്ദുൽ ഖാദിർ ജീലാനി അടയാളനാക്കുന്നതിന്റെ അവസ്ഥ എന്താണ്? ബദ്രീങ്ങളെയും മമ്പർത്ത തങ്ങളെയും മുഹീദ്ദീൻ ശൈഖിനെ റിഫാഇ ശൈഖിനെയും വിളിക്കുന്നതിന്റെ അവസ്ഥ എന്താണ്? നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, കഴിഞ്ഞിട്ടില്ല, എന്നിട്ടും ഇതിന് എതിരായിട്ടുള്ള ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ എല്ലാവരും ചെല്ലുന്നതാണ് ബുർദ മജ്ലിസ്, ബുർദകൾ. ബുർദ എന്നുള്ള ബൂസൂരി എഴുതിയിട്ടുള്ള ഒരു കവിതാ സമാഹാരം,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് എന്ന് പറഞ്ഞു. അതിലേക്ക് ഒരുപാട് ശിർക്കിന്റെയും കുഫ്രിന്റെയും വരികൾ അദ്ദേഹം കടത്തിക്കൂട്ടി. ജനങ്ങൾ ഇതിന്റെ അർത്ഥമറിയാതെ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു, കുഫറിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ഒരു ബൈത്തിൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിനേക്കാൾ ഉയർത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആലയേക്കാൾ ഉയർത്തുന്നതായി. നിങ്ങൾ നോക്കൂ, അതിലെ ചില വരികൾ. ഫഇന്ന മിൻ ജൂദിക ദുനിയ വലറതഹ വമിൻ ഉലൂമികൽ ഇൽമി വല്ലൗഹി ഇൽമിൽ ലൗഹി വൽ ഖലമി. ബുർദ ബൂസൂരി പറയാണ്, എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂലെ, താങ്കളുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് ദുനിയാവും പരലോകം. ദുനിയാവും പരലോകം താങ്കളുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. വമിൻ ഉലൂമികൽ ഇൽമി വൽ ഖലമി ഇൽമിൽ ലൗഹി വൽ ഖലമി. താങ്കളുടെ അറിവിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ കലമിലും ലോഹിലും ഒക്കെ ഇൽമ്. ലൗഹുൽ മഹ്ഫൂദിലും റബ്ബു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ എഴുതിയ എഴുതാൻ കൽപ്പിച്ച ആ കലമിലും പേനയിലും എല്ലാമുള്ള ഇൽമ് റസൂലിന്റെ ഇൽമാണെന്ന് ഇവിടെ പറയണം. പച്ച കുഫ്റാണ് സഹോദരങ്ങളത്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും പ്രവാചകന്മാരുടെ മൻഹജിനും എതിരാണ്. ദീനുൽ ഇസ്ലാം പുറത്തു പോകുന്ന കാര്യമാണിത്. ഇത് എന്നിട്ട് റസൂലിന്റെ മദ്ഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പഠിപ്പിക്കുക, ആളുകൾ ഇത് വലിയ ആവേശത്തോടു കൂടി ചെയ്യുക, അതിന് ഭക്ഷണം സ്പോൺസർ ചെയ്യുക, അതിനുവേണ്ടി പൈസ പിരിക്കുക. പൈസയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഭക്ഷണം പൈസ ഇല്ല, അതിന് ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാട്ടെ. ഇതുപോലുള്ള ഒരുപാടുണ്ട് ഇവരുടെ ഈ ബൈത്തുകളിൽ, ഈ മദ്ഹ് പാട്ടുകളിൽ. സഹോദരങ്ങളെ, നമ്മളൊരു തീരുമാനം എടുക്കണം. ഇതിൽ ഇനി ഞാൻ പങ്കെടുക്കുകയില്ല, ഞാനും എൻ്റെ സന്താനങ്ങളും ഞങ്ങൾ പങ്കെടുക്കുകയില്ല എന്നുള്ള ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയണം. അറിയാതെ അത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ നടത്തി അള്ളാഹുവിലേക്ക് മടങ്ങുക. ചെയ്തു പോയിട്ടുണ്ട്, ഇസ്തിഗ്ഫാർ നടത്തി അള്ളാഹുവിലേക്ക് മടങ്ങി ഇനിയുള്ള ജീവിതം നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പുറത്തു നൽകുന്നവനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് നൽകും. നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ, നിങ്ങൾ മടങ്ങൂ, ഇസ്തിഗ്ഫാർ നടത്തൂ, അള്ളാഹുവിലേക്ക് മടങ്ങൂ, യഥാർത്ഥ ദീനിലേക്ക് മടങ്ങൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പല ഭാഗത്തും പ്രയാസപ്പെടും നമ്മുടെ സഹോദരങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗത്തിന്റെ പ്രയാസത്തിൽ ബുദ്ധിമുട്ടുന്ന നമ്മുടെ സഹോദരന്മാരുടെ പ്രയാസങ്ങളെ, രോഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ശിഫാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള തെറ്റുകൾ പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين المستضعفين في كل مكان. اللهم دمر أعداءك وأعداء المسلمين يا رب العالمين. اللهم دمر أعداءك وأعداء المسلمين يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب